മടി പിടിച്ചിരുന്നാൽ നമുക്കൊന്നും അറിയത്തില്ല. അതാണ്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തൊട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം. രാവിലെ എൻ്റെ തട്ടുമുട്ടമൊക്കെ അടുക്കളയിൽ കേൾക്കുന്നുണ്ട്. രാവിലെ തന്നെ ആണെങ്കിൽ ഇത് കുബൂസ് കേട്ടോ. കുബൂസ് ആണെങ്കിൽ ഇങ്ങനെ ആവി കൊള്ളിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ നല്ല സോഫ്റ്റിൽ കിട്ടും. അപ്പോൾ ആണെങ്കിൽ കുബൂസ് ആണെങ്കിൽ ആവി കൊള്ളിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചായക്ക് പാൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറി ചെയ്ത്. അപ്പോൾ ഇന്നലെ വെച്ച ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ അത് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇന്നലെ വെച്ച് വൈകിട്ട് ചപ്പാത്തിയിലൂടെ എടുക്കുകയും ചെയ്തു. അപ്പം പിന്നെ ബാക്കി വന്നത് ഇങ്ങനെ എടുത്തു. പിന്നെ അരി കഴുകി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതൊക്കെ ഒന്ന് ആയി കഴിയുമ്പോഴത്തേന് നമുക്ക് വെക്കാം. എന്നാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴത്തേന് അതൊക്കെ അങ്ങ് റെഡിയാവും. പിന്നെ ഇന്ന് സ്പെഷ്യൽ മീൻകറി വെക്കണം. അതുപോലെ തന്നെ കപ്പ മേടിച്ചിട്ടുണ്ട്. ഫ്രോസൺ കപ്പയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ ഫ്രോസൺ കപ്പ കുറച്ച് ദിവസമായി ഇപ്പോൾ ഒരു ആഗ്രഹം തോന്നി കപ്പയും മീൻകറിയും കൂടെ കഴിക്കണം. അപ്പം എന്നായിക്കോട്ടെ, കപ്പയും മീൻകറിയും ഇന്നെന്ന് ഓർത്തു. അപ്പോൾ ഞങ്ങൾ കപ്പയും മീൻകറി അങ്ങനെയൊക്കെ വെക്കുന്ന സമയത്ത് കപ്പയും മീൻകറിയും ചോറും വെക്കും. അതിൻ്റെ കൂടെ ഇപ്പോൾ വേറെ ഒരുപാട് കൂട്ടാനൊന്നും വെക്കാറില്ല. കാരണം വെച്ചാൽ തന്നെയാണെങ്കിൽ പിന്നെ ഒരു തട്ടലായിരിക്കും. അങ്ങനെ നമ്മൾ ആഹാര സാധനങ്ങൾ അങ്ങനെ അങ്ങ് തട്ടുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു കൂട്ടാനുണ്ടെങ്കിൽ സന്തോഷം, സമാധാനം, അങ്ങനെ അങ്ങ് പോകും. ഫ്രോസൺ കപ്പ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത് കേട്ടോ. ഫ്രോസൺ കപ്പ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത് കേട്ടോ. ഇതാണ് എളുപ്പവും ഇതാണ്. കാരണം നമുക്ക് ഇതിൻ്റെ തോലൊന്നും കളയണ്ട. പിന്നെ അത് മാത്രമല്ല, എനിക്ക് പൊതുവേ തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഫ്രോസൺ മേടിക്കുമ്പോൾ നമുക്കത് അഴുക്കില്ല. നല്ല കപ്പ നമുക്ക് കിട്ടുന്നത് എപ്പോഴും അങ്ങനെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് കൂടുതൽ നന്നായിട്ട് ഞങ്ങളിപ്പം അത് കാരണം കൊണ്ട് ഈ ഒരു കപ്പയാണ് മെയിനായിട്ട് മേടിക്കാറുള്ളത് സാധാരണ. അല്ലെങ്കിൽ കപ്പ മേടിച്ച് കഴിഞ്ഞാൽ പകുതി അഴുക്കായിരിക്കും. നമ്മൾ എത്ര നോക്കി മേടിച്ചെന്ന് പറഞ്ഞാലും അഴുക്കായിരിക്കും. മീനാണെങ്കിൽ വെട്ടാതാണ് മേടിച്ചത്. നമുക്ക് മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. മീൻ വെട്ടുമ്പോൾ നമ്മളാണെങ്കിൽ എപ്പോഴും ഈ സൈഡ് അങ്ങനെ ആദ്യം ഇങ്ങനെ തൊലിയൊക്കെ ഉരിച്ച് കളയേണ്ടതിന് ആദ്യം ഈ സൈഡ് ഇങ്ങനെ ഇതാക്കി കൊടുക്കണം, മുറിച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, ഒന്നീ കത്തിയുടെ ഇത് വെച്ചിട്ടോ അല്ലെങ്കിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈർക്കിലുണ്ടല്ലോ അത് വെച്ചിട്ട് ഈ ഒരു സ്കിന്നിൻ്റെ അവിടെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടോ അത്രയേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഉരിച്ചെടുക്കാം. ചിലരെനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ ഒരു സ്കിന്ന് കളയത്തില്ല, ഈ തൊലി ഇങ്ങനെ കളയത്തില്ല. അപ്പം പക്ഷെ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഇങ്ങനെ സ്കിൻ കളയുവാണെങ്കിൽ അതിനാണ് ഇഷ്ടം. പഴുത്ത മീനായിരുന്നെന്ന് തോന്നുന്നു. കാരണം വെട്ടുമ്പോൾ നമുക്കറിയാൻ പറ്റും. വെട്ടുമ്പോൾ അല്ല, എനിക്ക് ആദ്യം വെള്ളത്തിട്ടപ്പോഴേ എനിക്ക് തോന്നുന്നത് പഴുത്ത മീനാണ്. തല ഇങ്ങനെ മാത്രമല്ല കേട്ടോ,
അല്ലാതാണെങ്കിൽ ഈ ഒരു ഭാഗം മാത്രമായിട്ട് വെട്ടുന്നവരുണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങനെ വെട്ടി കളയുന്നതിനോടാണ് ഇഷ്ടം. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെട്ടുന്നത് കേട്ടോ. വലിയ മീനൊക്കെയാണ് മേടിക്കുന്നതെങ്കിൽ മിക്ക സമയത്തും ആണെങ്കിൽ ഇതിൻ്റെ തോലൊക്കെ ഒടിച്ച് വെട്ടി നമുക്ക് കറിക്ക് പരുവത്തിനാക്കി കൊണ്ടുവരികയാണ് പതിവ്. ചെറിയ മീനൊക്കെ മേടിക്കുവാണെങ്കിൽ അതിങ്ങനെ ക്ലീൻ ചെയ്യാതാണ് കൊണ്ടുവരുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുമല്ലോ. നമുക്ക് ആവശ്യാനുസരണം ഒരു കറിക്കുള്ളത് മാറ്റി വെക്കും, ബാക്കിയുള്ളത് നമ്മൾ ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് പതിവ്. പരിഞ്ഞിയില്ല ഇതിൻ്റെ, പക്ഷേ ഇത് കണ്ടോ അത് എടുക്കുന്നില്ല. കാരണം അത് നല്ല ഇട്ടിട്ടില്ല. ഇനി അപ്പോൾ ഈ അഴുക്കും എല്ലാം കൂടെ കൂടി ഇങ്ങനെ ഇരിക്കുക. പിന്നെ അത് കഴുകി എടുത്ത് വരുമ്പോഴത്തേനും അതൊന്നും കാണത്തില്ല. പിന്നെ ഈ കറിയിൽ നമ്മൾ ഇട്ടെന്ന് പറഞ്ഞാൽ കറി വെക്കാനാണ്. കപ്പ ഉണ്ടല്ലോ, അപ്പോൾ അതിനെ കപ്പയും മീൻ കറിയും കൂടെ വെക്കാനാണ്. അപ്പോൾ കറി വെക്കുന്ന സമയത്ത് ഇത് പരിഞ്ഞിയിലായിട്ട് നമുക്ക് കിട്ടത്തില്ല. എന്നാൽ ഒട്ടൊരു സെപ്പറേറ്റ് തോരൻ വെക്കാനോ അങ്ങനെ ആയിട്ട് ഇല്ലാതാണ്. പിന്നെ വെറുതെ അതിന് മെനക്കെടണ്ടാന്ന് വിചാരിച്ചു. ഇങ്ങനെ ഈ ഒരു വശം ഇങ്ങനെ മുറിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വശം. ഈ ഒരു സിസറുള്ളത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. ഇങ്ങനെ പിഴുതി ഇങ്ങനെ പോരും. ഇങ്ങനെ കുടിച്ച ചാടി കണ്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ മുറിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ഞാനിങ്ങനെ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് എന്താണെന്നറിയാം, എനിക്ക് ഇതിങ്ങനെ ചിലർ ഇങ്ങനെ കറിയിലിടുന്നതാണ്. എനിക്ക് ഇത് ഇഷ്ടമല്ല ഇങ്ങനെ. അപ്പോൾ ഞാനിതിങ്ങനെ അതിൻ്റെ ആ ചെകിള അതിങ്ങനെ എടുക്കുമെന്ന്. ഈ നമ്മളിങ്ങനെ ഉരിക്കുന്ന സമയത്ത് ഈ മീനെ അധികം പ്രസ് ചെയ്യരുത് കേട്ടോ. പ്രസ് ചെയ്തേ ഇതിങ്ങനെ പുളപുളാന്നായി പോകും. ഇതിങ്ങ് ആയിക്കായി പോകും. അങ്ങനെ ഒരുപാട് പ്രസ് ചെയ്യാതെ വേണം നമ്മളതിൻ്റെ തോലിങ്ങനെ ഉരിച്ചെടുക്കാൻ. അപ്പം നമുക്കിവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനൊക്കെ പണ്ടൊക്കെ ആയിരുന്നല്ലോ ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, അമ്മച്ചിമാരൊക്കെ ആണെങ്കിൽ മീനൊക്കെ, അമ്മച്ചിമാരും അമ്മമാരും ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ മീൻ കുത്തിയിരുന്ന് വെട്ടി ഇപ്പം നമുക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടി കിട്ടുമല്ലോ. പിന്നെ ഈ ചില സമയത്ത് നമ്മൾ മേടിക്കാനാണെങ്കിൽ ചെല്ലുമ്പോഴത്തേന് അധികം തിരക്ക് കാണത്തില്ല. ഈ വെട്ടുന്നിടത്ത് ചെല്ലുമ്പോഴായിരിക്കും കൂടുതൽ തിരക്കുള്ളത്. അപ്പം പെട്ടെന്ന് ഈ മേടിച്ചിട്ട് പോകും. കുറച്ച് മീനുള്ളെങ്കിൽ നമുക്ക് തന്നെ വെട്ടാമല്ലോ എന്നുള്ള രീതിയിൽ. പിന്നെ എന്ത് കാര്യവും നമ്മളിപ്പം ഒരു കാര്യം ഇപ്പോൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്കത് പഠിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ആദ്യമൊക്കെ കുറേ മിസ്റ്റേക്കൊക്കെ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ മീൻ വെട്ടുന്നത് തന്നെ ആണെങ്കിലും ചെറിയ കുട്ടികൾക്ക് അറിയത്തില്ലെന്ന് പറയാം. പക്ഷേ നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് അറിയാത്തത്. ആദ്യമൊന്നും മിസ്റ്റേക്കുകൾ വന്നെന്ന് പറഞ്ഞാലും വെട്ടാൻ അറിയത്തില്ലെന്ന് പറഞ്ഞാലും നമ്മൾ ശ്രമിച്ച് നോക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഓട്ടോമാറ്റിക്കലി പിന്നെ നമ്മൾ ചെയ്തങ്ങ് പാചകം അങ്ങനെ തന്നെയല്ലേ.
ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയാവത്തില്ല. ചിലപ്പോൾ നമ്മൾ എത്ര നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാലും ചില സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് അത്ര സക്സസ് ആകണമെന്നില്ല, പാളിച്ചകൾ വരാം. മിക്ക സമയത്ത് നമ്മൾ എത്ര അറിയാവുന്നവരാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ അറിയില്ല എന്നുകൊണ്ട് മടി പിടിച്ചിരുന്നാൽ നമുക്കൊന്നും അറിയത്തില്ല. അതാണ്. ഞാനാണെങ്കിൽ 5 മീനുള്ളതെന്ന് ഓർത്തതാണ്, പക്ഷെ 6 മീനുണ്ടായിരുന്നു. ഇത് നമുക്ക് കൈ കൊണ്ടായാലും ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഊരിച്ചെടുക്കാവുന്നേ ഉള്ളൂ. നമുക്കിപ്പം കത്തിയൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. വേണ്ടതുണ്ടോ ഇനി പോരും. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന മീനാണ് ഇത്, പക്ഷേ ഇച്ചിരി ഏറെ ഇതായിപ്പോയി. അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഐസോട് കൂടി എടുക്കും, അല്ലെങ്കിൽ ഇതിലും പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ഇതിൻ്റെ ഈ ദശകളൊന്നും ഇതിൻ്റെ ഇറച്ചി ഉണ്ടല്ലോ നമ്മുടെ മീനിൻ്റെ ആണെങ്കിൽ ഈ ദശയൊന്നും പോകാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉരിച്ചെടുക്കാൻ പറ്റും, കുറച്ച് ഐസോട് കൂടി ചെയ്യുവാണെങ്കിൽ. അപ്പോൾ ഒരു കട്ടി കിട്ടുമല്ലോ, അത് കാണും. ഇരിക്കട്ടെ, സോപ്പിട്ട് കഴുകണം. അത് എല്ലാം നമുക്ക് വേസ്റ്റിലിട്ടേക്കാം. മീനൊക്കെ വെട്ടി വൃത്തിയാക്കുന്ന രീതിയൊക്കെ കണ്ടല്ലോ. അപ്പോൾ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അറിയാതെ വരും. പക്ഷേ നമ്മൾ ശ്രമിച്ച് നോക്കുകയേ നമുക്കാണെങ്കിൽ എല്ലാം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം മീൻകറി ആണെങ്കിൽ വെക്കുന്നത് കപ്പയുടെ കൂടാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് മുളകിട്ട മീൻകറിയാണ് റെഡിയാക്കി എടുക്കുന്നത്. തേങ്ങ പാലൊക്കെ ഒഴിച്ച് മീൻകറി കപ്പയും കൂടെ കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം ഇങ്ങനെ മീൻകറി റെഡിയാക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയത് കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ അത് മൂത്ത് കിട്ടും. അപ്പോൾ കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ ഈ പൊടികളൊക്കെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് മൂത്ത് കിട്ടും. അപ്പം വെള്ളവും നമുക്ക് മീൻകറിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് വെച്ചിട്ട് വേണം നമുക്ക് കറിയൊക്കെ റെഡിയാക്കി എടുക്കാൻ. അല്ലെങ്കിൽ പിന്നെ ഈ പൊടിയൊക്കെ കരിഞ്ഞു പോകാൻ നമ്മൾ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത്. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, മുളക് പൊടി ഇട്ട് കൊടുത്തു, ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തു. അതാണെങ്കിൽ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി കിട്ടും കേട്ടോ. പുളി ഈ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുത്തു, ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. സാധാരണയായിട്ട് മീൻകറി ഉണ്ടാക്കുന്ന സമയത്ത് പുളിയാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഉപ്പും കൂടെ ചേർത്ത് ഇട്ട് ഈ മീൻ വെട്ടുന്നതിന് മുമ്പേ തന്നെ ഞാൻ അങ്ങനെ ഇട്ട് വെക്കാറാണ് പതിവ്. അപ്പോൾ ഈ പ്രാവശ്യം പക്ഷേ ആണെങ്കിൽ അങ്ങനെ പുളിയാണെങ്കിൽ ജസ്റ്റ് കഴുകി ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിക്കുന്ന സമയത്ത് ആ പൊടികളുടെ കൂട്ടത്തിലാണെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കുകയായിരുന്നു ചെയ്തത്. ഈ ഒരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കറി ഒന്ന് നമുക്ക് തിളച്ച് കിട്ടും. അപ്പം നമുക്കതെങ്കിൽ ബെറ്ററായിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. പുളി ഇട്ടത് കാരണം കൊണ്ട് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ
കുറച്ച് ഇട്ടിരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞു പോയെങ്കിൽ നമുക്ക് വീണ്ടും ഇടാൻ പറ്റുമല്ലോ. കൂടിപ്പോയാലല്ലേ പ്രശ്നം വരുന്നത്. അപ്പം നമുക്ക് ആവശ്യാനുസരണം ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ മീനൊക്കെ ആണെങ്കിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പം പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇപ്പം തന്നെ കണ്ടില്ലേ, ഈ അരപ്പാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. സാധാരണ ചിലപ്പോൾ നമുക്ക് ഈ ഒരു പൊടിയൊക്കെ നമുക്ക് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലാണെങ്കിൽ ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഉള്ളിയൊക്കെ ഇടാവുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ മൂപ്പിക്കുന്ന സമയത്ത് ചെറുള്ളി കൂടെ ഒക്കെ ആണെങ്കിൽ നമുക്ക് മൂപ്പിച്ചൊക്കെ എടുക്കാൻ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ദിവസം നമുക്കൊന്നും വെക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം വെച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് വളിച്ചൊക്കെ പോകുന്നതിന് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനെ ഇടുവാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം നമുക്ക് യൂസ് ചെയ്യാം. മീൻകറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ സെയിം ഡേ തന്നെയാണെങ്കിൽ അതേ ദിവസം തന്നെ കഴിക്കുന്നതിനെക്കാട്ടി നല്ല പിറ്റേ ദിവസം നമുക്ക് കഴിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പം സാധാരണ കല്യാണത്തിനൊക്കെ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേന്ന് രാത്രിയാണ് മീൻകറിയൊക്കെ വെച്ച് വെക്കുന്നത്. മീൻകറി, മോരുകറി അങ്ങനെയുള്ള ചില കറികളൊക്കെ ആണെങ്കിൽ നമ്മൾ തലേന്നാണെങ്കിൽ റെഡിയാക്കി വെക്കുന്ന കണ്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന് മാത്രമല്ല, ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും നമ്മൾ ആദ്യമേ റെഡിയാക്കേണ്ട കുറേ കറികളുണ്ടല്ലോ. അതത് ദിവസം ശരിയാക്കുന്നതും പിന്നെ തലേന്ന് റെഡിയാക്കുന്നതുമായ ചില വിഭവങ്ങളുണ്ട്. അപ്പം നമ്മുടെ മീൻകറിയൊക്കെ വർത്തമാനം പറഞ്ഞിരുന്ന സമയം കൊണ്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ചോറും കപ്പയും മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിലുള്ള മീൻകറിയായിരുന്നു. അതുപോലെ തന്നെ കപ്പയും, അതുപോലെ മീൻ വറുത്തതും ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും ചമ്മന്തിയും ഉണ്ടായിരുന്നു. കുശാലായി ഇന്നത്തെ ഊണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. താങ്ക്സ് ഫോർ വാച്ചിങ്.